സ്കൂൾ തുറന്നില്ലേ, അപ്പം നമുക്ക് രാവിലെ എന്താ മക്കൾക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ട അവിയൽ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന മുട്ട അവിയൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെള്ളക്കോഴി മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 8 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത് എടുക്കാം കേട്ടോ. അതങ്ങനെ ഏത് മുട്ട എന്നൊന്നുമില്ല, നാടൻ കോഴിയിലോ ഏത് മുട്ടയിലോ വേണം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മുരിങ്ങയ്ക്ക് ഉരുളക്കിഴങ്ങ് ഏതാണോ അതിൽ രണ്ടിൽ ഒരൈറ്റം ഉണ്ടെങ്കിൽ ഇടാം. പിന്നെ ഉള്ളി എന്തായാലും മസ്റ്റായിട്ട് വേണം. ചെറിയ ഉള്ളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ 3 ഐറ്റമാണ് കേട്ടോ. ഞാനിത് 3 ഉള്ളത് കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ഞങ്ങൾക്കിവിടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ ഇതൊക്കെ എല്ലാം ഉള്ളിലേക്ക് പോവുള്ളൂ, അവർ കഴിക്കുമല്ലോ, അതുകൊണ്ട് ഇതെല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അത്ര എരിവുള്ള ഒരു കൂട്ടാനല്ല കേട്ടോ. അപ്പോൾ വളരെ എരിവ് കുറച്ചാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ലഞ്ച് ബോക്സിൽ അവർക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റും. ഇത് ഈ ഒരു അളവിലും മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മുളക് പൊടിയും പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ മതി കേട്ടോ. അത്രയും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കുന്നില്ല, കുറച്ച് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കരുത്. കുറച്ച് നമ്മൾ ഈ അവിയലിനൊക്കെ അരയ്ക്കുന്ന ഒരു പരുവത്തിൽ ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കുന്നതിനേക്കാളും കുറച്ച് വെള്ളം വെച്ച് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ ഇത് വെക്കുന്നത്. ചുവട് കട്ടിയുള്ള പാത്രം ഏതായാലും കുഴപ്പമില്ല. ഈ കറി വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല സ്പൂണിട്ട്. നമ്മൾ എങ്ങനെയാണോ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അവസാനം അത് നല്ലപോലെ വറ്റിച്ചെടുക്കുന്നത് വരേക്കും ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു. പിന്നെ അരച്ച് വെച്ച കൂട്ടുകൂടെ അതിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം ആരും ചേർക്കരുത് കേട്ടോ. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുങ്ങി നിൽക്കാനുള്ള വെള്ളം മാത്രം വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ഈ സമയത്ത് തന്നെ ഉപ്പ് ടേസ്റ്റ് നോക്കുക. വേണമെങ്കിൽ നമുക്ക് തിളയ്ക്കുമ്പോഴും നോക്കാം. ഞാനിത് ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് മുട്ട നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുട്ട നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ നിവർത്തി തന്നെ വെച്ച് കൊടുക്കും കേട്ടോ. മറിച്ച് വെക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മളിത് മുക്കി വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കരുത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുക. അതിന് കണക്കാക്കി മാത്രം വെള്ളം വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള മുട്ട മുഴുവനായിട്ട് വെക്കണം കേട്ടോ. ഇപ്പോൾ ഇത്രയും മുട്ട ഞാൻ എടുത്തിട്ടുള്ളത്. പിള്ളേർ വീട്ടിൽ നിൽക്കില്ല, അപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഒരുപാട് കഴിക്കും, അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിനെ ഞാനിതിപ്പം അടുപ്പത്താണ് കേട്ടോ വയ്ക്കുന്നത്, ഗ്യാസ് സ്റ്റൗവിലല്ല. കാരണം അതിൽ കുറച്ച് കനൽ കിട്ടുമല്ലോ, അപ്പോൾ നല്ലപോലെ ഇതുപോലെ ഇങ്ങനെ വറ്റിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അടച്ച് വെക്കുന്നതിനേക്കാളും തിള വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചാൽ കുറച്ച് നന്നായിരിക്കും കേട്ടോ. പിന്നെ ഫൈനലി നല്ലപോലെ വറ്റിച്ച് നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട്. അടിഭാഗമൊക്കെ ഈർപ്പമെന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. ഫൈനലി കുറച്ച് പച്ച വെളിച്ചെണ്ണ അവിടെ ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കടുക് താളിച്ചിടാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ ജസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ കിണ്ടി മറിച്ച് അങ്ങനെ എടുക്കാൻ പാടില്ല കേട്ടോ, ഇളക്കി മറിക്കാൻ പാടില്ല. പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ കട്ട് ചെയ്ത് മാത്രം എടുത്താൽ അതിങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഇത് എന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തേക്കാം, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. മുട്ട പൊരിച്ച് കഴിക്കുന്നതിനേക്കാളും കുട്ടികൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.